ആ, കർത്താവിന്റെ വലിയ സ്നേഹത്തെയും കരുതലിനെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ, നാം ദൈവത്തിന്റെ വചനത്തെ നാം കൈക്കൊള്ളുകയും ദൈവത്തിന്റെ വചനത്തെ നാം പ്രമാണിക്കുന്നതിനും കാരണം ദൈവവചനം നമുക്ക് സന്തോഷം തരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. ദൈവത്തിന്റെ വചനം അത് ഒന്നാമത് അത് ദൈവത്തിന്റെ തന്നെ വചനമാണെന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത് അത് ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും അത് പ്രയോജനമുള്ളതാണ്. അത് നന്നായിട്ട് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ദൈവവചനത്തോട് സ്നേഹവും ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ജീവനായിട്ട് നമുക്ക് അത് അനുഭവിക്കാനും നമുക്ക് കഴിയുന്നത്. നമുക്കറിയാം, ഇന്ന് ദൈവത്തിന്റെ വചനത്തോട് പലപ്പോഴും വീണ്ടും വേണ്ടമുള്ള ഒരു ഒരു ശരിയായ യഥാർത്ഥത്തിലുള്ളൊരു നല്ല മനോഭാവത്തോടെ വചനം വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ വളരെ കുറഞ്ഞു വരുന്നൊരു അത് വളരെ കുറഞ്ഞു വരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം കാലത്ത് ഉള്ള ദുർഘട സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും ഒക്കെ ആയിത്തീർന്നത് കൊണ്ടാണ്. കർത്താവ് പറഞ്ഞതുപോലെ അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നത് കൊണ്ടാണ്. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ ദൈവം നമുക്ക് നൽകുകയും അത് നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യട്ടെ. പ്രാരംഭമായ ചിന്തയ്ക്കായിട്ട് ഞാൻ യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. ദൈവനാഥന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, നമ്മളിന്ന് ആയിരിക്കുന്ന ഒരു ആത്മീയ ലോകം നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ലോകമാണ്. അത് പ്രത്യേകിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിനൊക്കെ ആ സമയത്ത്, ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അന്നൊക്കെ ഒരു സ്വാഭാവിക മനുഷ്യൻ തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അവൻ ഭക്തനായിരിക്കും, ഇല്ലെങ്കിൽ അവൻ മുഴുവനും തോന്നിവാസിയായിരിക്കും. എന്നാൽ ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഇന്ന് ഭക്തൻ ഏതാ തോന്നിവാസി ഏതാന്ന് തിരിച്ചറിയാൻ വലിയ പാടാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ തന്നെ കോളേജ് പിള്ളേരുടെ ഇടയിൽ ഒരു 10-20 വർഷം മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്നത്തെ പിള്ളേരെല്ലാവരും ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ളവരെ പോലെയല്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും പറഞ്ഞു വരികയാണെങ്കിൽ അന്നേരം അവന് ഓടിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ. എന്നാൽ ഞാൻ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പം അതൊക്കെ മാറി. എല്ലാവരും വലിയ ഭക്തരാ. അവർ നമ്മളിരുന്ന് പറയുന്നതെല്ലാം കേക്ക് വന്നിട്ടിരുന്നെങ്കിൽ ചിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവർ ചിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ വലിയ തോന്നിവാസികളൊന്നുമില്ല. അത്യാവശ്യത്തിന് മദ്യപിക്കും, ഒരു അത്യാവശ്യത്തിന് നന്നായിട്ട് പഠിക്കും, അങ്ങനെയൊക്കെയാ. അപ്പം ഇന്നാണെങ്കിൽ അതുമൊക്കെ മാറി. ഇന്ന് നമുക്കൊന്നും അറിയത്തില്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമുക്കൊന്നും അറിയത്തില്ല. അവരവരുടേതായ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. എന്നാൽ നമുക്ക് അവരെ വിവേചിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. കാരണം അതിനൊരു കാരണം നമുക്കറിയാം, ദൈവദാസന്മാര് ദൈവത്തിന്റെ വചനത്തിൽ പൗലോസും യോഹന്നാനും പത്രോസും ഒക്കെ പറഞ്ഞതുപോലെ ഈ ലാസ്റ്റ് ഡേയ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അതിനി അത് വേഴ്സനായിട്ട് വരും. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടകളിൽ തന്നെ ഇതെല്ലാം ഇനി നന്നാവുമെന്ന് ചിന്തിച്ച് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതായത് ഈ രാജ്യങ്ങളെല്ലാം നന്നാവുമെന്നും ഈ ദേശമൊക്കെ നന്നായിട്ട് എല്ലാത്തിനും ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഏത് കാലഘട്ടത്തിലും നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ ദേശത്തിലുള്ള രാജാക്കന്മാരൊക്കെ നന്നാവുമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ നന്നാകാൻ പ്രാർത്ഥിക്കണം. പക്ഷേ വരുന്ന കാലഘട്ടങ്ങൾ വളരെ മോശമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ. ഇവിടെ ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞിടയിൽ ഇവിടെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് ഇവിടുത്തെ ചർച്ചിനകത്ത് മെമ്പർ അല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ കൂട്ടായ്മയുടെ ഭാഗമായി തീർന്നു. ആ കൂട്ടായ്മയിൽ വന്ന സഹോദരൻ, അവൻ്റെ കുടുംബ ജീവിതത്തിൽ അവൻ്റെ ഭാര്യയുമായിട്ടൊരു പ്രശ്നം.
ഭാര്യയുമായിട്ടുള്ള പ്രശ്നം അത് ഇച്ചിരി ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കാരണം അവന്റെ ഭാര്യ അവനെ അല്ല ആ പെങ്കൊച്ചൊരു ഒരു നല്ല കൊച്ചാണ്. അവള് വേറെ പഞ്ചാബിലുള്ളൊരു കൊച്ചാണ്, കുഞ്ഞാണ്. പക്ഷെ ഇവന് അവന്റെ പഴയ ജീവിത രീതികളിലേക്ക് അവൻ ചിലത് തിരിഞ്ഞപ്പോൾ അവളുമായിട്ട് ചില ഫ്രിക്ഷൻസ് ഉണ്ടായി. അങ്ങനെ അവൾ അതിനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പം അവൻ അവളെ കൊണ്ടുവന്ന് അവളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ അവളുടെ വീട്ടിൽ പറഞ്ഞു വിടുന്ന ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണ്. അപ്പൊ ഇതിന് അവളുടെ വീട്ടിൽ പോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു വിടുവാന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അവസാനം അവൻ മനസ്സിലായത് ഇത് അവളെ പറഞ്ഞു വിട്ടത് അതിനു വേണ്ടിയിട്ടല്ല, ഈ പ്രശ്നം ഉണ്ടായിട്ട് വിട്ടത്. ഇതിന്റെ വളരെ ഞാൻ അവനോട് ചെന്ന് അവനെ വാൺ ചെയ്തപ്പം അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഇത് കേരളത്തിൽ അങ്ങനെ ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഒന്നും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരും ഇടപെടാറില്ല എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഇടപെടുന്നില്ല എന്നാ ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഞാനൊരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ദൈവത്തിന്റെ ആലോചന നിന്നോട് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. അത് ഞാൻ പറയുള്ളൂ. അത് നിന്റെ വ്യക്തിപരമായ നിന്റെ കുടുംബജീവിതം നീ എങ്ങനെ വേണമെന്ന് നയിച്ചോ, പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവനോടത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഘടകങ്ങൾ, അവന് മാനസാന്തരപ്പെടാൻ പറ്റാത്ത പല ഘടകങ്ങൾ, അതിനെ എങ്ങനെയെങ്കിലും പണം കൊടുത്തോ എങ്ങനെയെങ്കിലും ഒക്കെ ഒതുക്കാൻ നോക്കുന്ന രീതികൾ. എന്ന് വെച്ചാൽ അവന് കുറച്ച് പണമുണ്ട്, ആ പെൺകുട്ടിക്ക് അത്രയും പണമില്ല, അവരുടെ വീട്ടുകാർക്ക് അത്രയും പണമില്ല. അപ്പൊ അതിനകത്ത് ഡിസെപ്ഷൻ എന്താണ്? ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എങ്ങനെയാണ് ദ്രവ്യാഗ്രഹം നമ്മൾ നശിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സ്വസ്നേഹം നമ്മൾ നശിപ്പിക്കുന്നത്. ഇത് നമ്മൾ വളരെ നന്നായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഇത് നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ വഞ്ചിക്കുമെന്നോ നമ്മളെങ്ങനെ വഞ്ചിക്കുമെന്ന് നമ്മൾ അറിയത്തില്ല. ഇതിന്റെ വളരെ അത്ഭുതം എനിക്ക് തോന്നിയ കാര്യം, അവൻ ഉടനെ ഒരു ബൈബിൾ കോളേജിൽ ചേർന്നു എന്നുള്ളതാണ്. ഈ ഭാര്യയെ പിടിച്ച് അവരുടെ വീട്ടിൽ വിട്ടിട്ട് ഇവൻ നേരെ ചെയ്ത പരിപാടി ഒരു ബൈബിൾ കോളേജിൽ ചേർന്നു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയുന്നത് ഇനി സമയമില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേക കാര്യം. അത് എന്തായാലും നന്നായി, കാരണം അവന് സമയം ഇല്ലാതായി പോയത്. അപ്പൊ അവന് സമയമില്ല, കാരണം അവന് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഒത്തിരി ഉണ്ട്, അവന് പഠിത്തത്തിനുണ്ട്, അവന് പിന്നെ ബിസിനസ്സും ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളാണ് അവൻ പറയുന്നത്. ഞാനിത് പറഞ്ഞതിന് കാരണം എങ്ങനെയാണ് നാം വഞ്ചിക്കപ്പെടുന്നത് എന്നുള്ളത് പറയാനായിട്ടാണ്. അത് എന്തിനാണ് അവന് ബൈബിൾ കോളേജ് ചേർന്നത് നമുക്കറിയാമല്ലോ. അത് അവൻ ചെയ്ത തെറ്റിനെ അവന് സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവനത് ചെയ്തതെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലുള്ളവർ തിരിച്ചറിയണം അവൻ ഇപ്പോഴും ദൈവഭക്തിയുടെ പാതയിലാണെന്ന് അവന്റെ വീട്ടുകാർക്കും തോന്നാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനുള്ള പോസിബിലിറ്റീസ് നമുക്ക് നന്നായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ഇച്ചിരി എനിക്കറിയാവുന്ന ഒരു പാർട്ടി 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നപ്പം സ്നാനപ്പെടാൻ തീരുമാനിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നും വിശ്വാസത്തിലല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വന്നപ്പോൾ അവൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി, എൻ്റെ കുഞ്ഞ് സ്നാനപ്പെടാൻ തീരുമാനിച്ചല്ലോ. അവൻ സ്നാനപ്പെട്ടു, റിസൾട്ടും വന്നു. അപ്പനും അമ്മയും പിന്നെ മിണ്ടിയില്ല റിസൾട്ടിനെ കുറിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്നാനപ്പെട്ട കുഞ്ഞല്ലേ, അവന്റെ പരമാർത്ഥ ഹൃദയം നശിച്ചു അത് ഒലഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചു. അവൻ ഇന്നും വിശ്വാസത്തിലല്ല. കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ആയി തീർന്നു. ഞാൻ പറഞ്ഞത് ഹൗ വി ഗെറ്റ് ഡിസീവ്ഡ്, ഹൗ സബ്റ്റിൽ ദ വേസ് ഓഫ് ദ ഡെവിൾ ഈസ്. നമ്മുടെ പരമാർത്ഥതയെ പോലും ഒരു ചൂഷണം ചെയ്യാനായിട്ട് ശത്രുവിന് നന്നായിട്ട് അറിയാം. അതിനാണ് ഞാൻ ആ പേരൻസിന്റെ കാര്യം പറഞ്ഞത്. നോക്കി, ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് അവിടെ വായിക്കുന്നത് എൻ്റെ 4:6, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. യോഹന്നാൻ പറയാണ്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, എന്നിട്ട് ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പൊ ദൈവത്തിൽ നിന്നുള്ളവരുണ്ട്, ദൈവത്തിൽ നിന്നല്ലാത്തവരുണ്ട്. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ വാക്കുകൾ സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. നമുക്ക് എങ്ങനെയാണ് സത്യത്തിന്റെ ആത്മാവിനെയും വഞ്ചനയുടെ ആത്മാവിനെയും ഡിസേൺ ചെയ്യാൻ പറ്റും? നമ്മൾ പലപ്പോഴും ചിന്തിക്കത്തില്ലേ, കർത്താവ് ഇത് എങ്ങനെ ഡിസേൺ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇതിനെങ്ങനെ വിവേചിക്കാൻ എങ്ങനെയാ പറ്റുന്നത്? നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വിവേചനമുള്ള ഭേദാഭേദങ്ങളെ
വിവേചിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കുക. അതല്ലേ നിങ്ങളുടെ സ്നേഹം പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങൾ വിവേചിക്കണം എന്ന് പറഞ്ഞാൽ യു ഷുഡ് നോ വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് വാട്ട് ഈസ് എക്സാക്ട്ലി ആപ്റ്റ്. അത് നിങ്ങൾ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ സകലവിധ വിവേകത്തിലും ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായ അണ്ടർസ്റ്റാൻഡിങ്ങിലും നിങ്ങൾ വർദ്ധിച്ചു വരും. നമ്മുടെ സ്നേഹം വൈകാരിക തലത്തിൽ മാത്രം വർദ്ധിച്ച കാര്യമില്ല. നമുക്ക് പലപ്പോഴും വൈകാരികമായിട്ടാണ് വർദ്ധിക്കുന്നത്. നമുക്കറിയാമല്ലോ, വൈകാരിക തലം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു ആവേശമായിട്ട് നിങ്ങളോട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, അയ്യോ പാസ്റ്റർ ഇന്ന് ഭയങ്കര അഭിഷേകമായിരുന്നു എന്ന് പറയും. ഞാൻ തണുത്ത് പ്രസംഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അറിയത്തില്ല പാസ്റ്റർ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ അങ്ങോട്ട് പ്രസംഗം കൊണ്ട് ശരിയായില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു പാസ്റ്റർ എന്ന് പറയും. അതായത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം നമുക്ക് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് വൈകാരിക തലത്തിലായതുകൊണ്ടാണ്. നമുക്ക് അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകാരിക തലം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഞങ്ങളുടെ ഒരു കോട്ടേജ് മീറ്റിങ്ങിന് വേറൊരു പാസ്റ്റർ കയറി വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ വിശ്വാസത്തിൽ വന്നെന്ന് ചോദിച്ചു. നമ്മളിത് വിവേചിക്കേണ്ട ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പെങ്ങള് ഇങ്ങനെ ഓൺലൈനിൽ കൂടെ സുഖമില്ലാതെ ക്യാൻസർ ആയിരുന്നു, ഇങ്ങനെ സുവിശേഷം കിട്ടും. അപ്പോൾ ആ ഓൺലൈനിലുള്ള ശുശ്രൂഷകൻ ഞങ്ങളോട് പ്രവചനം പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ പാസ്പോർട്ട് എനിക്ക് 5 ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശരിയാണ്, എനിക്ക് 5 ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടി. എനിക്ക് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ പിന്നെ അദ്ദേഹം എന്നോട് പല കാര്യങ്ങൾ, വിദേശത്ത് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വിദേശത്ത് പോകണമെന്ന് എനിക്ക് പിന്നെ താല്പര്യം എൻ്റെ പോയി. എനിക്ക് സർക്കാർ ജോലി വേണം, ഞാൻ അതിന് പ്രാർത്ഥിക്കാൻ അദ്ദേഹം പറഞ്ഞു. അതും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, എന്നാൽ പിന്നെ സുവിശേഷ വേലയാണോ? അതെ, സുവിശേഷ വേലയാണെന്ന് ആണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെയാ ഞാൻ അന്ന് പോയി സുവിശേഷ വേല ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം എന്നോട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ഒരു പാപിയായിരുന്നെന്നോ, അദ്ദേഹത്തിന്റെ പാപി ക്ഷമിക്കപ്പെട്ടെന്നോ, കർത്താവിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പോലും ആരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. ഞാനിത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റിയുടെ സെന്റർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശാണ്. അതിനെക്കുറിച്ചൊരു വാക്കുപോലും പറയാതെ അത് ശുശ്രൂഷകനാന്ന് നോക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കീഴിൽ 150 സഭകളുള്ള ഒരു ശുശ്രൂഷകനാണ്. സോ വാട്ട് കൈൻഡ് ഓഫ് ചേർച്ച് ദേ ആർ ബിൽഡിംഗ്? എന്താ ചെയ്യുന്നത്? ഇതിനെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇത് നമുക്കറിയാം. യോഹന്നാൻ ഇത് പറയുമ്പോൾ, യോഹന്നാൻ ഇത് പറയാൻ കാരണം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്ന ഒരു ഫിലോസഫിയാണ് അവിടെ ഉണ്ടായിരുന്നത്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തു മനുഷ്യനായിട്ട് തീർന്നു വന്നു. അപ്പൊ അവര് പറയുമ്പോൾ നമുക്ക് ഞാനതിനെ വേറെ രീതിയിൽ അവതരിപ്പിച്ചാൽ നിങ്ങളോട് പറയാം. ഞാനിങ്ങനെ പറയാണ്, നമ്മുടെ കർത്താവ് ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ, മനുഷ്യനെ പോലെ ആയെന്ന് പറഞ്ഞ് തരം താഴ്ത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മുടെ കർത്താവ് പൂർണ്ണ ദൈവം തന്നെയാന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഈ പറഞ്ഞതിനകത്ത് എന്തോ ഒരു കാര്യം ശരിയുണ്ടെന്ന്. കാരണം നമ്മുടെ കർത്താവിനെ മറ്റുള്ളവരൊക്കെ ഇടിച്ചു താഴ്ത്തി പറയുമ്പോൾ ഞാൻ മാത്രമേ കർത്താവിനെ എന്ത് ചെയ്യുന്നുള്ളൂ? ഉയർത്തി പറയുന്നുള്ളൂ എന്നുള്ളൂ. പക്ഷെ അങ്ങനെ അവർ പ്രസംഗിച്ചിരുന്നു. അതാണ് അന്നത്തെ കാര്യം. അപ്പം ഈ നോസ്റ്റിക് ഫിലോസഫി, അന്നത്തെ ഒരു ഫിലോസഫിയാണ് നോസ്റ്റിക് ഫിലോസഫി. അപ്പൊ ഫിലോസഫി അനുസരിച്ചാണ് അവരത് പറഞ്ഞിരുന്നത്. അത് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് പോകും. അപ്പം അതിനെതിരെ യോഹന്നാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള ശരിയായ ഉപദേശം കൈക്കൊള്ളാൻ ആൾക്കാർക്ക് മനസ്സില്ലാത്തത്? കാരണം അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ലാത്തത് കൊണ്ടാണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പഠിപ്പിക്കുക. അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം, ഒരു പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യം നമുക്കറിയാമല്ലോ, ഇന്ന് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പലതരത്തിനകത്തുള്ള ഉപദേശങ്ങൾ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എൻ്റെ വിവിധമായ ഉപദേശങ്ങൾ പഠിക്കേണ്ടിയും വന്നു. അപ്പം ഞാനത് ഒന്നും കൂടെ പലതും ഇരുന്ന് പഠിച്ചപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്, പലതരത്തിലുള്ള ടീച്ചിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ട്രിബുലേഷൻ, സാധാരണ രീതിയിലുള്ള ഞാൻ ഒഴിച്ചു പറയാം, പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ, ഇങ്ങനെ 3 ടീച്ചിങ്ങാണ്. അതായത് മഹോദരകാലത്തിന് മുമ്പ്, മഹോദരകാലത്തിന് ഇടയ്ക്ക്, മഹോദരകാലത്തിന് ശേഷം എന്ന് പറയും.
അതിൽ തന്നെ മഹോദരകാലത്തിന് മുമ്പ് എന്ന് പഠിപ്പിക്കുന്നവരാണ് കൂടുതലും നമ്മുടെ ഇടയിലുള്ളത്. അതിൽ തന്നെ 2 തരത്തിലുള്ള ടീച്ചിങ് ഉണ്ട്. അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ റാപ്ചർ എന്ന് പറയും. അതുപോലെ തന്നെ അല്ലാതെ ട്രിബുലേഷൻ, പ്രീ ട്രിബുലേഷൻ, നോർമലി നമ്മൾ പഠിപ്പിക്കുന്ന പ്രീ ട്രിബുലേഷൻ ഉണ്ട്. പാർഷ്യൽ റാപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോകത്തില്ല. അതിനകത്ത് ഹോളിയായിട്ട് ജീവിക്കുന്നവര്, വിശുദ്ധിയെ തികച്ചവര് മാത്രമേ പോവുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നതാണ് പാർഷ്യൽ റാപ്ചർ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, നാം എല്ലാവരും, ജീവനോടിരിക്കുന്ന നാം എല്ലാവരും എടുക്കപ്പെടുന്നുള്ളത് കൊണ്ട് ഈ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും പോകുമെന്ന് പഠിപ്പിക്കുന്നതാണ് സ്വാഭാവികമായിട്ടുള്ള പ്രീ ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയുന്ന പഠിപ്പിന്. ഇതിനകത്തൊക്കെ ഏതാണെന്ന് പഠിപ്പിക്കാനല്ല ഞാൻ ഈ പോകുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ തുനിയാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഫിക്സ് ചെയ്യുന്ന വീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവ് വരുമ്പോൾ പോകണം, അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാനത് എടുക്കുന്ന ഒരു കാര്യം. അറ്റ് എനി ടൈം, അത് വെദർ പ്രീ ട്രിബുലേഷൻ, വെദർ പോസ്റ്റ് ട്രിബുലേഷൻ, വെദർ മിഡ് ട്രിബുലേഷൻ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകമായ കാര്യമല്ല. ഞാൻ പറയാനിത് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ വചനത്തിനകത്ത് വായിക്കുമ്പോൾ 2 കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ 1 യോഹന്നാൻ 1:18 വാക്യം, 2:18 ഒന്ന് വായിച്ചാൽ. 1 യോഹന്നാൻ 2:18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോൾ യോഹന്നാൻ അന്ന് പഠിപ്പിക്കുമ്പോൾ അവരുടെ പഠിപ്പീരിനകത്ത് ഒരു മെയിൻ ടീച്ചിങ് ആയിരുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് കേട്ടു? ദേ വർ ടോട്ട് ലൈക്ക് ദാറ്റ്. അവരെ എപ്പോഴത് പഠിപ്പിച്ചിരുന്നു, അവരത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഇപ്പോൾ യോഹന്നാൻ ഇത് എഴുതുമ്പോൾ, ഈ ലേഖനം എഴുതുമ്പോൾ, അദ്ദേഹത്തിന് അന്നൊരു 10-90 വയസ്സുണ്ട്. അപ്പൊ അദ്ദേഹം ഇത് എഴുതുമ്പോൾ അദ്ദേഹം പറയാണ്, ഇപ്പോൾ അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക. ഇത് പറയാണ്, അത് അന്ത്യനാഴികയാകും. ഇപ്പോൾ തന്നെ അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. ഇദ്ദേഹം ഇത് എഴുതുന്നതിന് 2 പർപ്പസ് ഉണ്ട്. ഒന്ന്, എതിർ ക്രിസ്തു വരുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാം, ഇപ്പോഴുള്ള എതിർ ക്രിസ്തുക്കളെ എങ്ങനെ മനസ്സിലാക്കാം. ഇത് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. എതിർ ക്രിസ്തുവിനെ അറിയാൻ വളരെ പ്രയാസമാണ്. നമുക്കറിയാം, നമുക്കൊക്കെ ഇന്ന് വി ആർ ഓൾ ലുക്കിംഗ് ഫോർ ലീഡേഴ്സ്. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടും അമേരിക്കയിലെ പ്രധാനമന്ത്രിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ള കാര്യം, അവരെല്ലാം ഭയങ്കര സ്ട്രോങ് ലീഡേഴ്സാണ്. അപ്പൊ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ഇന്ന് ഒരു ലോകം അതിനുവേണ്ടി നോക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പല എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് അന്ത്യനാഴികയാകും, ലാസ്റ്റ് ഹവറിൽ എത്തിയിരിക്കുകയാണെന്നാണ് യോഹന്നാൻ ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലേഖനം എഴുതിയപ്പോൾ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിന്റെ 4-ാം അധ്യായത്തിനകത്ത് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവേൻ. അത് കള്ളപ്രവാചകൻ പലരും ലോകത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പുറപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഇത് വായിക്കുമ്പോൾ, ഇതിന്റെ 2-ാം അധ്യായത്തിനകത്ത് തന്നെ 19-ാമത്തെ വാക്യം വായിച്ചാൽ, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. ഈ എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്ന, അതിൽ പുറപ്പെട്ടു പോയത്, അവർ പുറത്തു നിന്ന് അകത്തോട്ടല്ല വന്നത്, അവർ പുറത്തോട്ട് പോയവരെന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരെല്ലാവരും ഈ അകത്തു നിന്നാണ് പോയെന്നുള്ളതാണ് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത്, അല്ലെ? ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. They went from us. നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. ഇതൊക്കെ എവിടെയാണ്, ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ യോഹന്നാൻ പറയുന്നത്, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് പോയവരാ ഇവരൊക്കെ, ഈ എതിർ ക്രിസ്തുക്കളൊക്കെ. എന്നിട്ട് പറയുകയാണ്, അവർ നമുക്കുള്ളവരായിരുന്നില്ല. നമുക്കുള്ളവരായിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മോടുകൂടെ they would have abide with us. അവർക്ക് നമ്മുടെ കൂടെ അത് താമസിച്ചേനെ. അവർക്ക് അധികാരം പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവരുടെ ശരിയായ സ്വഭാവം എന്ത് ചെയ്യും? വെളിപ്പെട്ട് വരും. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. ഇത് നമുക്ക് സഭയിൽ നിന്ന് കുറെ പേര് പോകുന്നെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാരും പിടിച്ചു കൊണ്ടുവേണ്ടി നിൽക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എല്ലാരും അങ്ങനെ കൂടെ ഉണ്ടാവുമെന്ന് ഇവിടെ എഴുതിയിട്ടില്ല.
അവര് നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ നിന്നേനെ. അവർ നമുക്കുള്ളവരല്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അതിന്റെ അർത്ഥം സഭയിൽ ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്നാ പിന്നെ വേണ്ട, അവരെ പറഞ്ഞു വിട്ടേര് എന്ന് ചിന്തിക്കുന്ന സഭകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആരും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള സഭയിലുണ്ട്. അത് അവന് പെണ്ണിനെ പ്രേമിച്ചു, എന്നാ പിന്നെ അവനെ അവളും കൂടെ അങ്ങ് കളഞ്ഞേക്കെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ കളയണമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് കാർണൽ നേച്ചർ ഇഷ്യൂ. ഇതല്ല അത് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ അങ്ങനെ അവിടെ വയ്ക്കുന്നത്, എന്നാൽ നമുക്ക് ഇതിനെ അറിയാൻ പറ്റുമോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ലെന്ന് പ്രസിദ്ധമാണല്ലോ. നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലം അറിയുന്നു. ഈ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം നമുക്ക് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവനാൽ പ്രാപിച്ച അഭിഷേകം. അതിന്റെ 27-ാം വാക്യം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു, ആരും നിങ്ങൾ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങളെ സകലവും ഉപദേശിച്ചു തരികയും. ഈ അനോയിന്റിംഗ് എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്നത് ഒരു അനുഭവമാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ദ അനോയിന്റിംഗ് ടീച്ചേഴ്സ് us. ഈ അഭിഷേകം ഉപദേശിക്കുന്ന അഭിഷേകമാണ്. അഭിഷേകം ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ മുകളിൽ ഇങ്ങനെ ശക്തമായിട്ട് ഇറങ്ങുന്ന ഒരു അനുഭവമായിട്ടല്ല ഇവിടെ പറയുന്നത്. അതങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ദാറ്റ് ഇസ് വി ഓൾ ഹാവ് ദാറ്റ്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ വായിക്കുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ അനുദിനം ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവാണ്. More than any pastor, more than any prophet, more than any apostles, there is the Holy Spirit dwells in us and instructs us. പക്ഷെ അതിന്റെ അർത്ഥം ഇനി എനിക്ക് ഹോളി സ്പിരിറ്റ് കിട്ടി, എനിക്ക് ആരുടെ ഉപദേശം വേണ്ടെന്നല്ല. അത് ഒരു ആന്റി ക്രൈസ്റ്റിന്റെ ആത്മാവാണ്. എനിക്കിനി വേറെ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല, ഇനി ഞാൻ തന്നെ ഇതൊക്കെ പഠിച്ച് ഞാൻ തന്നെ ഇതൊക്കെ അനുസരിച്ച് പൊക്കോളാം എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ ഈസ് ഓഫ് ദ ആന്റി ക്രൈസ്റ്റ്. അപ്പൊ നമുക്കിതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാരണം അവിടെ തന്നെ ഈ അഭിഷേകത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കി അതിന്റെ 27, അവ സകലം ഉപദേശിച്ചു തരികയാലും അത് ബോഷ്കല്ലെ സത്യമായിരിക്കാനും അത് നിങ്ങൾ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. സോ വെൻ ദ ഹോളി സ്പിരിറ്റ് ഇൻസ്ട്രക്ട്സ് യു, he instructs to abide in Christ. അഭിഷേകം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് പറയുക? യേശുവിൽ വസിക്കുന്നുള്ളതാ. കാരണം പരിശുദ്ധാത്മാവ് രാവും പകലും സഭയോട് പറയുന്നത്, വ്യക്തിപരമായും സഭയിലും പറയുന്ന ഒരു കാര്യം, abide in him. നമുക്കറിയാം കർത്താവ് അതിനെ പഠിപ്പിച്ചത്, കൊമ്പ് മുന്തിരിവള്ളിയിലും മുന്തിരിവള്ളി കൊമ്പിലും വസിച്ചാൽ abide in me. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം എപ്പോഴും ലോകത്തോട് പറയാണ് റിസീവ് ഹിം, റിപ്പന്റ് ഓഫ് യുവർ സിൻസ്. നമ്മളോട് പറയാണ് abide in him. ലോകത്തോട് പറയാം അവനെ കൈക്കൊള്ളെന്ന് പറയുമ്പോൾ നമ്മളോട് പറയാണ് അവനിൽ വസിപ്പീൻ, അവന്റെ വചനം നിങ്ങൾ വസിക്കണം. അപ്പൊ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് പോയ നമ്മുടെ കൂട്ടായ്മയൊക്കെ സ്വർഗമാ. പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിന്റെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. നമുക്കൊരു കുടുംബജീവിതം പോലും സ്വർഗമാകാത്തതിന് കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ആർക്ക് അഭിഷേകം ഇല്ലാത്തതുകൊണ്ടല്ല. നമുക്കുള്ള അഭിഷേകം നമ്മൾ അതിന് ശ്രദ്ധിക്കാറില്ലല്ലോ. കാരണം അന്നേരം വരുന്ന ദേഷ്യം, അന്നേരം വരുന്ന സങ്കടം, അന്നേരം വരുന്ന പരിഭവം, അന്നേരമുള്ള പ്രശ്നങ്ങൾ, ഇതിന്റെ പുറകെ പോകുന്നത് കൊണ്ട് ഹോളി സ്പിരിറ്റിനെ കിട്ടിയെന്ന് പറയുന്ന നമ്മൾ പോലും പലപ്പോഴും ഞായറാഴ്ച മാത്രം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താ പറയുക, പുട്ടിന് പീരയിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, പരിശുദ്ധാത്മാവിനെ കേൾക്കുക. അല്ലാത്ത സമയം ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് വേറെ ആരുടെങ്കിലും കഥ പറയും. And we get entangled in many things. We don't go and abide in him. ഇത് ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നമാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ ദൈവാസം പറയുന്നത് ശരിയാ, അത് നമുക്ക് അനുസരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അന്യോന്യം കീഴടങ്ങണം. ശരിക്കും പരിശുദ്ധാത്മാവിനാൽ നമുക്കറിയാം, ആത്മാവിനാൽ നിറയണമെന്ന് പറഞ്ഞിട്ട് എഫേസ്യർക്കെതിരെയാണ് വായിക്കുന്നത്. ആത്മനിറവിനെ കുറിച്ചിട്ട് സങ്കീർത്തനങ്ങൾ, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാമല്ലോ. എഫേസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. സന്തോഷ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് വായിച്ച 19 താഴോട്ട്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ.
പരിശുദ്ധാത്മാവ് നിറവിന്റെ കാര്യം പറഞ്ഞിട്ട് ആത്മാവിനെ നിറയണമെന്ന് പറഞ്ഞ് താഴോട്ട് പറഞ്ഞിട്ട് പറയാണ് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോനെ കീഴ്പ്പെട്ടിരിപ്പിൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവം സങ്കീർത്തനങ്ങളും സാക്ഷ്യങ്ങളും മാത്രം പറയാനായിട്ടല്ല. ഈ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോനെ കീഴ്പ്പെട്ടിരിക്കണമെങ്കിൽ നമുക്ക് ആത്മനിറവുള്ള ജീവിതം ആവശ്യമാണ്. ആത്മാവിന് ഇടമുള്ള ജീവിതം ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞിടയിൽ ഒരു കോറി, എനിക്ക് തോന്നുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്ന, ജർമ്മനിയിൽ ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു എൻ്റെ ചിന്ത. ആ സ്ത്രീ അവരുടെ ഒരു പഴയ പ്രസംഗം കേട്ടപ്പോൾ അവര് പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പറയാനായിട്ട് അവർ പറഞ്ഞൊരു എക്സാമ്പിൾ എന്നെ വളരെ എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്കത് വളരെ എത്ര ശക്തമാണെന്ന് എനിക്ക് തോന്നി. അവരൊരു കയ്യിൽ ഒരു നമ്മുടെ ഈ ഹാൻഡ് ഗ്ലൗസ് ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക് ഹാൻഡ് ഗ്ലൗസ് ഉണ്ടല്ലോ, ഈ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ഗ്ലൗസ് ഉണ്ടല്ലോ, ആ ഹാൻഡ് ഗ്ലൗസ് സഭയിൽ കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു ആത്മാവിനെ നിറയാന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാവോന്ന് ചോദിച്ചു. അപ്പൊ ആത്മാവിനെ നിറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് നമ്മുടെ കൈയാണെന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ ഹാൻഡ് ഗ്ലൗസിനകത്തോട്ട് ഈ കൈ എങ്ങനെ വന്ന് നിറയുന്നു അതുപോലെ ആത്മാവിന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലോട്ടും ഇടം കിട്ടുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിന്റെ അപ്പൊ അദ്ദേഹം പറയാണ് ഒരു കുറച്ച് ഈ ഹാൻഡ് ഗ്ലൗസ് കുറച്ച് മാത്രം, കൈ കുറച്ച് മാത്രം ഇട്ടാൽ ഈ ഹാൻഡ് ഗ്ലൗസിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതിനെ നമ്മൾ ഈ ഒരു ഹാൻഡ് ഗ്ലൗസ് പോലെയാണെന്ന് അവർ പറഞ്ഞു. പരിശുദ്ധാത്മാവ് കൈ പോലെയാണ്. ഇതിനെ നന്നായിട്ട് നിറയുമ്പോൾ മാത്രമേ ഇതിന് പ്രോപ്പറായിട്ട് പരിശുദ്ധാത്മാവിന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിനെ നമ്മൾ കീഴടങ്ങാനും നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിക്കാനും കഴിയുള്ളൂ. അതിന് നമ്മൾ ഇടം കൊടുക്കുകയല്ലോ. നമ്മുടെ ചില ഏരിയകൾ നമ്മൾ ഇടം കൊടുക്കത്തില്ല. പണ്ടൊരു സഹോദരി എന്നോട് പറഞ്ഞ പോലെ, അത് ബ്രദറെ ക്ഷമിച്ചാൽ എങ്ങനെയാ, ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്റെ തലയിൽ കയറിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആ ഏരിയയിൽ പരിശുദ്ധാത്മാവിനെ ഇടം കൊടുക്കത്തില്ല. പരിശുദ്ധാത്മാവ് ക്ഷമിക്കുന്ന കാര്യം പറയാൻ, അതല്ലാതെ വേറെ എന്ത് വേണേലും പറഞ്ഞു, ഞാൻ എത്ര വേണേലും അന്യഭാഷ പറഞ്ഞോളാം, എന്ത് പ്രവചനം പറയാനും എനിക്ക് തയ്യാറാണ്, പക്ഷെ എന്നെ ക്ഷമിക്കാൻ മാത്രം എന്ത് ചെയ്യരുത്, പറയരുത് എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്കുള്ളത്. ഇപ്പൊ നമുക്കറിയില്ല, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തൊരു, നമുക്കറിയാം ഒരു സഭയിൽ ഞാനൊരു ശുശ്രൂഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. കാരണം ഞാൻ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരുന്നത് എന്തൊരു അല്ലെ. നമുക്കിപ്പോ ഞാനൊരു ശുശ്രൂഷനായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഉള്ള ടെംപ്റ്റേഷൻ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന എല്ലാവരും കേൾക്കണം, ഞങ്ങളോട് ആരും എന്ത് ചെയ്തത് പറഞ്ഞുകൊണ്ട് വരരുത് എന്ന് ചിന്തിക്കുന്നവരാ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സ്പിരിറ്റ് നമുക്കൊക്കെ ഉണ്ട്. അപ്പൊ ഈ അന്യോന്യം കീഴടങ്ങിയിരിക്കണൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ശുശ്രൂഷകരായ ഞങ്ങൾക്ക് എന്തുമാത്രം ആത്മനിറവ് ആവശ്യമുണ്ടെന്ന് അറിയാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും കേൾക്കുകയല്ല, പിന്നെ ഞങ്ങൾ പറയുന്ന എല്ലാവരും കേൾക്കണമെന്നാവും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കൂടുതൽ ഉപദേശിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഉപദേശിക്കും, ഞങ്ങൾ ഉപദേശിക്കാൻ ആരുമില്ല. കാരണം ഞങ്ങൾ ഉപദേശിക്കാൻ ആരുമില്ല. കാരണം ഞങ്ങൾ ആരും ഉപദേശം കേൾക്കുകയില്ല. കാരണം ഉപദേശിച്ച ശീലമുള്ളൂ, ഉപദേശം കേട്ട് ശീലമില്ല. പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അത് ഞാൻ ചിലപ്പം ഞാനൊരിക്കൽ എനിക്ക് പലതും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അതിനുള്ള സ്പിരിറ്റ് എനിക്ക് കയറി വന്നിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം ഇവിടെ നമുക്ക് വി നീഡ് ടു ഡിസേൺ. ഇത് സന്ദർഭശ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് തിരിച്ച് ഫസ്റ്റ് ജോണിനകത്ത് വരാം. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ അനേക ആന്റി ക്രൈസ്റ്റ് സിസ്റ്റം, ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ക്രിസ്തുവിനോട് എതിർക്കുക, അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ ഉപദേശത്തിന് കീഴടങ്ങാതിരിക്കുക, എല്ലാത്തിനോടും മത്സരിക്കുക. ഇത് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. First Thessalonians, Second Thessalonians chapter 2. രണ്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ എല്ലാ ഭാഗങ്ങളൊന്നും ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ കോൺട്രവേഴ്ഷ്യലി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് ആ ഭാഗത്തോട്ട് പോകാതെ വിഷയം മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചു. 4-5. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോട് എതിർ ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്ര. എതിർ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പം. അവൻ എക്സോർട്ട് ചെയ്യും അവനെ തന്നെ.
നമുക്കറിയാം, സാധാരണ ദൈവദാസന്മാർ പറയാറുള്ളതാണ്, മഹോദരകാലത്തിന്റെ പ്രാരംഭ സമയങ്ങൾ വളരെ ഉപായത്തോടെ അവൻ കടന്നു വരും. എല്ലാവരും വളരെ വളരെ നന്നായിട്ട് അവൻ സന്ധികളിൽ ഏർപ്പെടും. അവന് ആൾക്കാരോടുള്ള സന്ധി സംഭാഷണങ്ങൾ അവൻ നടത്തും, നിയമങ്ങൾ അവൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അവന്റെ ശരിയായ രൂപം വരുന്നത് ദൈവദാസന്മാർ പറയാറുണ്ടല്ലോ. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അവൻ മനസ്സിലാക്കും, അവനെ ഒരിക്കലും ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരു കാര്യം അവന്റെ നേച്ചറാണ്. നമുക്കറിയാം, നമുക്ക് ലൂസിഫറിനൊന്നുണ്ടായ വീഴ്ചയിൽ അവനെ ഹൈഡ് ചെയ്യാൻ പറ്റിയില്ല. അവന്റെ ഹൃദയത്തിനകത്ത് ആ നേച്ചർ പൊങ്ങി വന്നതുപോലെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ സകലത്തിന് മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്ര, അതിനോട് എല്ലാത്തിനും മീതെ അവനെ തന്നെ ഉയർത്തും എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് സ്പിരിറ്റ് ഓഫ് ആന്റിക്രൈസ്റ്റ്. എന്നിട്ട് അടുത്ത വാക്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഇത്രയും പറഞ്ഞത്. വായിച്ചാൽ, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തെസ്സലോനിക്ക നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, 3 ശബത്ത് മാത്രമേ പൗലോസ് ഇവിടെ ഉണ്ടായിരുന്നു. 3 ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആഴ്ച. അല്ലെങ്കിൽ സഭായോഗം എത്ര എണ്ണം പൗലോസ് അവിടെ കൂടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 സഭായോഗ പൗലോസ് അവിടെ കൂടിയുള്ളൂ. പിന്നെ ഉള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആലോചിച്ചു. ഈ 3 ആഴ്ചക്കുള്ളിൽ ഒരു സഭ ഉണ്ടായത് അവിടെ. ഇനി അതല്ല, ഇനി കുറച്ച് ആഴ്ചകൾ അങ്ങ് പോയെന്നങ്ങ് വിചാരിച്ചു. എന്നാലും വർഷങ്ങളൊന്നും അവിടെ പോയിട്ടില്ല. only few months. അതിൽ കൂടുതലൊന്നും പോകാൻ സാധ്യതയില്ല. പക്ഷെ അവിടെ എഴുതിയേക്കുന്ന 3 ശബത്ത് അവിടെ പഠിപ്പിച്ചു എന്നാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ, ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാരെ ബുദ്ധിമുട്ടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെ ഓടിപ്പോയാണ് അദ്ദേഹം ബെരോവയ്ക്ക് പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് അവിടെ വായിക്കുന്ന, ബെരോവക്കാർ തെസ്സലോനിക്കക്കാരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. കാരണം അവർ പൗലോസ് പറയുന്ന അങ്ങനെയാണോ എന്ന് വചനത്തിൽ എന്ത് ചെയ്തു, പരിശോധിച്ചു നോക്കി എന്ന് നമ്മൾ വായിക്കും. ആ തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്ന 3 ആഴ്ചകളിൽ പൗലോസ് പഠിപ്പിച്ച ഒരു ഭാഗമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? ഞാനിത് ഭാഗം വായിച്ച് ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു. എന്താന്ന് വെച്ചാൽ, ഞാൻ എന്നെയാണ് ഓർത്തത്. ഞാൻ ഒരു സഭ സ്ഥാപിക്കാൻ പോയാ എന്തായാലും 3 ആഴ്ചക്കുള്ളൊരു സഭ സ്ഥാപിക്കുന്ന പരിപാടി ഒന്നും എന്നെ കൊണ്ട് നടക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇതിന് 3 വർഷം എടുത്തെന്നോ 30 വർഷം എടുത്ത് ഞാൻ ഒരു കൂട്ടായ്മ എടുത്ത് തുടങ്ങി എന്ന് വിചാരിച്ചു. എന്നാൽ പോലും അടിസ്ഥാന ഉപദേശം പഠിപ്പിച്ചു വരാൻ എനിക്ക് 3 ആഴ്ച കൊണ്ട് നടക്കത്തില്ല. കാരണം ഐ വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. എന്നെ കൊണ്ടത് കഴിയത്തില്ല. ഞാൻ വിചാരിച്ചു, എൻ്റെ കർത്താവ് 1-ാമത്തെ ആഴ്ച വിശ്വാസം പഠിപ്പിക്കുക, 2-ാമത്തെ ആഴ്ച സ്നാനം പഠിപ്പിക്കുക, 3-ാമത്തെ ആഴ്ച പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുക, അത് കഴിഞ്ഞപ്പോൾ ഓട്ടോമായി. പിന്നെ ഞാൻ എന്നെ പഠിപ്പിക്കുന്നു. പൗലോസിന്റെ ഷൂവിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചതാണ്. ഇൻ ദാറ്റ് ടൈം ഹി ടോട്ട് ദം അബൌട്ട് ആന്റിക്രൈസ്റ്റ്. ആ 3 ആഴ്ചക്കകത്ത് അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ, ഈ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ അവർ തിരിച്ചറിയണം. യേശുക്രിസ്തുക്കളെ അവർ തിരിച്ചറിയണം. വരുവാൻ പോകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് അവരറിയണം. അതുകൊണ്ടാണ് യോഹന്നാനും അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. They were taught like that. ഇത് എന്തിനാ പഠിപ്പിച്ചത്? ഇന്ന് നമ്മുടെ ഇടയിൽ പഠിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ആൾക്കാരെ ഒന്ന് എന്ത് ചെയ്യുന്നു എന്ന് ഇളക്കാനായിട്ട്. ആൾക്കാരെ ഇളക്കാന്നുള്ളതല്ല ഇവിടുത്തെ ഉദ്ദേശം. We should identify the people. We should identify the system. We should identify the nature. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ടാണ് അധർമ്മമൂർത്തിയെ തടുക്കുന്നതിനെ കുറിച്ച് ഇതുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിന്റെ ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുമ്പോൾ, ജോണാത് വായിക്കുമ്പോൾ തിരിച്ച് നമുക്കത് വരാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് നന്നായിട്ട് അറിയണം. എന്നിട്ട് നമുക്കിത് വായിക്കും. 4:1 മുതൽ 1 മുതലുള്ള വാക്യങ്ങളൊന്നും കൂടെ വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഇതിനെ നമ്മൾ ശോധന ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഏത് ആത്മാക്കളെയും വിശ്വസിക്കാതെ ഇനിയുള്ള കാലഘട്ടത്തിൽ വി നീഡ് ടു ഡിസേൺ. ഇപ്പം നമുക്കറിയാം, യോഹന്നാനും യാക്കോബും കൂടെ ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ശമര്യർ നമ്മൾ തടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കർത്താവ് ഒന്ന് സമ്മതിച്ചാൽ മതി, ഏലിയാവ് ആകാശം തീ ഇറക്കിയതുപോലെ ഞങ്ങൾ ഇറക്കിയെങ്കിൽ ഇതിനെയൊക്കെ അങ്ങ് ചാമ്പലാക്കിക്കൊള്ളാന്ന് പറഞ്ഞു. എന്തൊരു വിശ്വാസമല്ലേ, എന്തൊരു വിശ്വാസം! നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം കേട്ടാൽ നമുക്ക് കോരിത്തിരിക്കത്തില്ലേ?
കർത്താവ് പറയാണ് നമുക്ക് അങ്ങനെ ഒന്നും സാധിക്കാതെ പോയത് എത്രയോ ഭാഗ്യം അല്ലെ നമ്മൾ എന്തെല്ലാം ഇവിടെ നശിപ്പിച്ചേന്. അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, അത്ര വിശ്വാസം. അവര് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിന്റെ അനുവാദമാണ് അവരുടെ പ്രശ്നമുള്ളൂ. ഏത് അത്ര വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പൊ ആ വിശ്വാസം, ആ കർത്താവ് പറയും നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. യുനോ സം ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ഇൻ യു. ഇറ്റ് സീംസ് ടു ബി ഓഫ് ഫെയ്ത്ത് ബട്ട് ഇറ്റ് ഈസ് ഓഫ് അപ്പോസ്റ്റസി. വിശ്വാസത്യാഗത്തിൻ്റെതാണിത്. ഇത് വിശ്വാസത്തിൻ്റെതല്ല, വിശ്വാസം ത്യജിക്കാനുള്ള ഒരു ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ആകാശം തീയിറക്കുന്നതല്ല. ആകാശത്തിന് തീയിറക്കാൻ തക്കവണ്ണം ശക്തനായവൻ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്ത് വന്ന് അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ തന്നെ തന്നെ താഴ്ത്തി. ദാറ്റ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അത് മറന്നുപോയി, അത് അവർ മറന്നുപോയി. നമുക്കറിയാം, പെട്ടെന്ന് നമുക്ക് മറന്നു വരുന്നല്ലേ. പണ്ട് എനിക്കറിയാവുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു, ഭയങ്കര ആത്മനിറവുള്ള ഒരു ആന്റിയായിരുന്നു. ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര, നിങ്ങളെന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായ ഒരു സ്ത്രീയാണ്. പക്ഷെ അവരുടെ വളരെ പ്രായമുള്ള സമയത്താണ് ഞാൻ അവരെ പരിചയപ്പെടുകയും അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ദിവസം അവരെന്നോട് പറഞ്ഞത്, അവരുടെ അയൽപക്കത്തുമാരുമായിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ അവിടെ കുറെ പത്തൽ നാട്ടിയിട്ടുണ്ടായി. അപ്പൊ അവരെന്നോട് പറഞ്ഞത്, ബ്രദർ, അവർ ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞത്, ബ്രദർ, ദ നെയിം ഓഫ് ജീസസ് I took all that boundary walls. അതെല്ലാം ഞാൻ എടുത്ത് പിഴുതെടുത്ത് ദൂരെ കളഞ്ഞു. യേശുവിന്റെ നാമത്തിൽ എടുത്ത് കളഞ്ഞു. ഫുൾ സ്പിരിറ്റിലാ. അവർക്ക് മനസ്സിലായില്ല അവർ ഏത് ആത്മാവിലാ ചെയ്തത്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കൊന്നും വേണ്ട. ആ സ്ത്രീ ഒരു ആൻഡ്രൂ മൂറയുടെ ഒരു പുസ്തകം വായിച്ചപ്പോൾ, എന്നെ പഠിപ്പിച്ച ദേവദാസൻ അന്ന് 10-24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീയുടെ വീട്ടിൽ ഒരിക്കൽ ചെന്നപ്പോൾ ആൻഡ്രൂ മൂറയുടെ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് മേൽ വന്ന അദ്ദേഹം റൂമിനകത്ത് കിടന്ന് ഉരുണ്ടതാ. അപ്പൊ ഈ പുസ്തകമായി നിർത്തിയിട്ട് പുള്ളിക്കാരത്തി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയ പാർട്ടി. അത്രമാത്രം സ്ട്രോങ് ആയിട്ട്, ഞാൻ പിന്നെ ഇതെല്ലാം അറിയുന്നു. അത്രമാത്രം സ്ട്രോങ് പേഴ്സൺ, സ്ട്രോങ് സ്പിരിച്വൽ പേഴ്സൺ ആയിരുന്നു. വാട്ട് ഹാപ്പൻഡ്? നമ്മൾ പലപ്പോഴും വിവേചിക്കുന്നു, നമുക്കിതൊന്നും ഇല്ലെന്നോ, ഇതൊന്നും ശക്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അവർ പ്രേയർ, നമ്മൾ എന്തിനായി പ്രാർത്ഥിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടാകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അല്ലേ? നമുക്കൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടി കഴിയുമ്പോൾ വി ആർ ഹാപ്പി. വാട്ട് ഈസ് ഗോഡ്സ് വിൽ? നമ്മൾ അന്വേഷിക്കാറില്ല. ലോർഡ് ഡു ഇറ്റ് ഫോർ മീ, മൈ വിൽ നൗ ബിക്കം യുവർ വിൽ. അതാ നമ്മുടെ പോളിസി. എൻ്റെ ആഗ്രഹം എന്തോ അത് അങ്ങ് ചെയ്തു തരണം, അതാണ് അങ്ങയുടെ ആഗ്രഹം എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചേക്കുക. വി നെവർ ആസ്ക് ഇറ്റ്. നമുക്കറിയാം നമ്മൾ വളരെ ബുദ്ധിയുള്ളവരാ, കാരണം ചോദിച്ചാൽ പെട്ടുപോകുന്ന നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആരും വഴിക്ക് ചോദിക്കാറ് പോലുമില്ല. പിന്നെ നമ്മൾ നല്ല ഉപായികളായതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു കാര്യം പ്രാർത്ഥിച്ചുകൂടെ? എന്നാ, കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ നീ അതെനിക്ക് ചെയ്തു തരണമെന്ന്. ഇത് പറയുന്ന കേട്ടാത്തൊന്നും ഹിതമാണെങ്കിൽ ചെയ്യാൻ ആഗ്രഹം കൊണ്ടാണ്. എന്തായാലും ദൈവശബ്ദം നമ്മൾ ആരും കേൾക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ട് നമ്മൾ നമ്മുടെ കാര്യം നടത്തി നമ്മളങ്ങ് പോകും. എനിക്കറിയത്തില്ല, ന്യായാസനത്തിന്റെ മുമ്പിലിരുന്ന് ദൈവം നമ്മുടെ പ്രവർത്തികളെ ശോധന ചെയ്യുമ്പോൾ, നമ്മുടെ ചിന്തകളെയൊക്കെ ശോധന ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അവിടെ എന്നുള്ളത് ആലോചിച്ച് എനിക്ക് ഇപ്പോഴേ നാണം തോന്നാറുണ്ട്. കാരണം ഇറ്റ്സ് സോ നമുക്കറിയാം നമ്മുടെ രക്ഷയൊന്നും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇറ്റ് വിൽ ബി എന്താ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന നമ്മളിത് എവിടെ പോയി ഒളിക്കുമെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ചിന്തിച്ച് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, ഏത് ആത്മാവിനും വിശോധന ചെയ്യാതെ, സോറി, ഇതിനകത്ത് 1 മുതലുള്ള വാക്യങ്ങൾ 1 മുതൽ വായിക്കണം. 3-ാം വാക്യം വായിച്ചാൽ മതി, സമയം. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വരും എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ഉള്ളതാണെന്ന് പറയാണ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല.
അപ്പൊ യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ലെന്ന് മാത്രമല്ല, അത് എതിർക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത എതിർക്രിസ്തുവിന്റെ ആത്മാവാണ്. ക്രിസ്തുവിനോട് റെസിസ്റ്റൻസാണ്. ഇന്ന് ലോകത്തിനുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിന് ക്രിസ്തുവിനെ വേണ്ട, ക്രിസ്തുവിൻ്റെത് മതി. ക്രിസ്തു തരുന്നതെല്ലാം വേണം, ക്രിസ്തുവിനെ വേണ്ട. എന്നാൽ ക്രിസ്തുവിനെ അവർക്ക് സ്വീകരിക്കാത്ത ആത്മാവ്, ക്രിസ്തുവിനെ ജീവിതത്തിൽ ഇടം കൊടുക്കാത്ത, കർത്തൃത്വം കൊടുക്കാത്ത. അതാ ഞാൻ നേരത്തെ ഒരു ദൈവാസന കാര്യം പറഞ്ഞത്. There is no lordship for Christ, but they receive everything from him. ഇത് അതാ പറയുന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ we need the real discernment from the scripture. എനിക്ക് തോന്നുന്നു ഒരു ആന്റി ക്രൈസ്റ്റിന്റെ ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ 3.5 വർഷക്കാലം ദൈവാസന്മാർ പറയുന്നത് സുവർണകാലമാണെന്നാ പറയുന്നത്. ഒരുമാതിരി സഭയല്ലേ ആന്റി ക്രൈസ്റ്റിനോട് അന്ന് ഉണ്ടെങ്കിൽ ഉണ്ടാകും. നമ്മൾ അതിനു മുമ്പേ സഭ എടുക്കപ്പെടും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഉണ്ടെങ്കിൽ സഭ മിക്കവാറും വിചാരിക്കും ഇത് ഈ കാലം അങ്ങ് മതിയെന്ന് തീരുമാനിക്കും മിക്കവാറും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, he deceives us very easily. നമുക്കറിയാമല്ലോ, നമ്മുടെ സമീപ പ്രദേശത്തൊരു സുവിശേഷകൻ വരുന്നു, ഭയങ്കര അത്ഭുതവും അടയാളങ്ങളും ഒക്കെ നടക്കുന്നു, മരിച്ചവർ എഴുന്നേക്കുന്നു എന്നൊക്കെ കേട്ട ഉപദേശം എന്താണേലും നമ്മൾ പോയി ഒന്ന് കാണാൻ പോയല്ലേ. എൻ്റെ ദൈവം, ഇതൊക്കെ ഒന്ന് കാണാനെങ്കിലും ഒന്ന് ഈ ആയുസ് നടന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു കേന്ദ്രീകൃതമല്ല പലപ്പോഴും ജീവിതം. വി സെന്റർ അവർ സെൽസ്, നമ്മളെ തന്നെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അന്ത്യകാലത്തിന്റെ ദുർഘട സമയത്തിന്റെ പ്രശ്നം മനുഷ്യ സ്വസ്നേഹികളായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്ന ഒരു അനുസരണത്തെക്കാൾ ഉപരിയായിട്ട് കുറെ അനുഭവങ്ങൾ മാത്രം, അനുഭവം ഇല്ലെന്നല്ല, നമുക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ആര് ചോദിച്ചാലും നമുക്ക് പറയാനായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം വായിച്ചാട്ടെ, എന്നിട്ട് പറയാം അതിപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. എന്നിട്ട് പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. രണ്ട് സ്പിരിറ്റ് ഈ ലോകത്തിലുണ്ട്. ഒന്ന് ആന്റിക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ആണ്, രണ്ട് ക്രിസ്തുവിന്റെ ആത്മാവാണ്. ക്രിസ്തുവിന്റെ ആത്മാവും എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലുള്ളവൻ അവരിലുള്ളവരെക്കാളും വലിയവനാണ്, ഗ്രേറ്റ് ആണ്. അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയും. മോശയുടെ കയ്യിൽ ഉള്ള വടിയും അവിടുത്തെ മന്ത്രവാദികളുടെ കയ്യിലുള്ള വടിയും തമ്മിലുള്ള വ്യത്യാസം പോലെ, അതും പാമ്പായി ഇതും പാമ്പായി. പക്ഷേ മോശയുടെ കയ്യിലുള്ള ആ വടി അത് മറ്റുള്ളതിനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയുന്നത് പോലെ നിങ്ങളിലുള്ളവൻ വലിയവനല്ലോ. എന്നിട്ട് അടുത്ത വാക്യം, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. എങ്ങനെ അവരെ മനസ്സിലാക്കാൻ പറ്റും? The spirit of Antichrist is always in line with the world. എപ്പോഴും ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ആത്മാവാണ്. ലോകത്തിൽ എങ്ങനെ നമ്മളെ നന്നായിട്ട് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും, അങ്ങനെ സ്പിരിറ്റ് ഓഫ് ആന്റിക്രൈസ്റ്റ്. അത് ലൗകികമായത് ലോകസംബന്ധമായ കാര്യമാണ് സംസാരിക്കാനുള്ളത്, അല്ലേ? 4 പേര് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യവും അതിന്റെ കാര്യവും ഇതിന്റെ കാര്യവും നമുക്ക് പലതാ സംസാരിക്കാനായിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിപ്പോ നിങ്ങളവിടെ UK വരികയാണെന്ന് വിചാരിച്ചു. വരികയാണുമ്പോ നിങ്ങൾ എന്നെ വിളിച്ച് അവിടെ പ്രസംഗിക്കാൻ വിളിച്ചു. എൻ്റെ മനസ്സിനകത്ത് തന്നെ ആയിരിക്കും അറിയാവോ, ഈ UK ഒക്കെ ഒന്ന് കണ്ടിട്ടില്ല, എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ ഇരിക്കുന്നത്, ഇതിനിടയിൽ ഒരു അവസരം കിട്ടിയ എന്ത് ചെയ്യണം, ആ ലണ്ടൻ ബ്രിഡ്ജും അവിടെയുള്ള ഇതും ഇതൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം വരത്തില്ലേ? അതിനാ സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡ് എന്ന് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലോസ്റ്റ് മൈ മിഷൻ എന്നുള്ളതാണ് എൻ്റെ കാര്യം. അത് ആഗ്രഹിച്ചു തെറ്റല്ല, പക്ഷെ അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഐ ആം ജസ്റ്റ് സ്റ്റേയിങ് ദർ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് സീയിങ് ഓൾ ദീസ് തിങ്സ്. എന്നാ നമ്മൾ മനസ്സിലായിക്കണം. ഞാൻ പണ്ട് PD ജോൺസൺ എന്ന് പറഞ്ഞ ദൈവാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പണ്ട് US പോകുമ്പോൾ 3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും.
എന്നാൽ ഇന്ന് ആരെങ്കിലും പോയാലോ, അവരവിടെ കുറ്റിയടിച്ച് താമസിച്ച് എത്ര അവിടെ താമസിക്കാൻ പറ്റും അത്രയും താമസിച്ചിട്ട് പയ്യേ വരൂ. What is the reason? റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമല്ല, 4 പേര് ചോദിച്ചാൽ പറയാനും വേണ്ട വല്ലതും, ഇല്ലെങ്കിൽ അത് തന്നെ ഒരു നാണക്കേടായിട്ട് കൂട്ടുന്ന ഒരു കാലഘട്ടമായി. എന്തെല്ലാം ലോകം ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നറിയാം. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം വായിക്കുന്നതിനെ കുറിച്ച് പറയുന്ന പോലെയാ. ഞങ്ങൾക്ക് സ്ത്രീധനമൊന്നും വേണ്ട, പിന്നെ വല്ലവരും ചോദിച്ചാൽ പറയണ്ടേ. നിങ്ങൾ എത്ര തന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അത് പറയണമെന്നുള്ളത് കൊണ്ട് മാത്രം അതിനനുസരിച്ച് നിങ്ങൾ തന്നാ മതി എന്ന് പറയുന്നത് പോലെയാ. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളുടെ അഭിമാനത്തെ ഓർത്ത് ഞങ്ങൾ വാങ്ങിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. We get deceived. നോക്കി ഇവിടെ എഴുതിയേക്കുന്ന അവർ ലോകത്തിൽ നിന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, അവരെ ജയിച്ചും ഇരിക്കുന്നു. എന്നിട്ട് വായിക്കാണ്, അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് അവർ സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ലോകം ലൗകികമായി സംസാരിക്കുന്നുണ്ട് വാക്യ ലോകം കേൾക്കൂ? നമ്മുടെ വാക്ക് കേൾക്കാത്തപ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകണം. നമ്മൾ ലൗകികമായി സംസാരിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ വാക്ക് കേൾക്കാത്തത്. നമ്മൾ അവരെ പറഞ്ഞ് ലൗകികമായി. അതുകൊണ്ട് ഇന്ന് ദൈവസഭകൾ ഇന്ന് വളരെ വ്യത്യസ്തമായ സ്റ്റാൻഡ് എടുത്തു. ദൈവസഭകൾ ഇന്ന് സ്റ്റാൻഡ് എടുത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ പറയുന്നത് സാധാരണ ചിന്തിക്കാറുണ്ട്, ഈ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സഭയുടെ ഇപ്പോഴത്തെ പുതിയ അജണ്ട. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ നമ്മളൊരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഉപദേശം പഠിപ്പിക്കുന്നവരെ ഒന്ന് വിളിക്കും, ഇളക്കുന്നവരെ വേറൊന്ന് വിളിക്കും, പിന്നെ പ്രത്യേക വരങ്ങളുള്ളവരെ വേറെ ഒന്ന് വിളിക്കും. ഏതാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കും. വി ആർ ഫൈൻ വിത്ത് ഇറ്റ്. നമ്മൾ വളരെ വളരെ തന്ത്രപരമായിട്ടാണ് നമ്മളൊരു കാര്യത്തിന് മീറ്റിങ്ങിനൊക്കെ ആൾക്കാരെ വിളിക്കുന്നത്. അതായത് നമ്മൾ വളരെ ആലോചിച്ച്, ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് വിളിച്ചപ്പം അദ്ദേഹം വന്ന് ഉപദേശം ഒന്നും ശരിക്ക് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാ അദ്ദേഹം അങ്ങനെ പറയത്തില്ല എന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനാ വിളിച്ചേ? കാരണം അദ്ദേഹം വന്ന് ഇളക്കിയിട്ടേ പോകുള്ളൂ എന്നറിയാം. അത് ഇളക്കാൻ വേണ്ടി തന്നെ വിളിച്ചതാ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഉപദേശിമാരുള്ളത് ചില സഭയ്ക്ക് വളരെ ബ്ലെസ്സിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്മാറ്റക്കാർ സഭ വിട്ടു പോകാതിരിക്കാൻ ഇവർ വേണം. കാരണം ഞാനത് കണ്ടിട്ടുണ്ടത്. കാരണം ഇവർ വന്ന് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഈ പിന്മാറ്റത്തിലിരിക്കുന്നവരൊക്കെ ഒന്ന് ഉണർവ് പ്രാപിക്കും. പിന്നെ അടുത്ത പ്രാവശ്യം അവരെ വിളിച്ചു കഴിയുമ്പോൾ അവർ പിന്നെ ഉണർവ് പ്രാപിക്കും. അവരെന്നും ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കും, സഭ ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. സോ ഓൾ ദീസ് ആർ ഫാക്ട്സ് ദാറ്റ് വി ആർ സീയിങ് അറൗണ്ട്. അവർ നോക്കി എവിടെ എഴുതിയേക്കുന്നത്, അവർ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അന്ന് യോഹന്നാനെ കേൾക്കാൻ, അല്ലെങ്കിൽ ശുശ്രൂഷകരെ കേൾക്കാൻ, സഭയെ കേൾക്കാൻ ദൈവത്തെ അറിയുന്നവരല്ലാതെ ആരുമില്ല. ഇന്ന് സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തെ അറിയത്തില്ലെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല എന്ന് ഞാൻ ലജ്ജയ്ക്കായിട്ട് പറയുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള നോളജ് ഇല്ല. പത്രോസ്ലീഹ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ വളരുമെന്ന് പറയാൻ കാരണം, യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. ഇപ്പൊ നമ്മളോട് പറയാണ്, ഇപ്പൊ പ്രധാനമന്ത്രിയെ അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറയാം നമുക്കറിയാമെന്ന് ചോദിക്കും. അദ്ദേഹത്തെ നമുക്ക് ശരിക്കും അറിയാമോ? ശരിക്കും നമുക്കൊന്നും അറിയത്തില്ല. നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ചില വിവരണങ്ങൾ ഉണ്ടെന്നല്ലാതെ അദ്ദേഹത്തെ അടുത്തറിയാൻ അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്ക് തന്നെ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എന്തുകൊണ്ടാണ്? അടുത്തറിയാന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മളൊരു റോങ് ആയിട്ടുള്ള ചില ഇടങ്ങളിൽ നമ്മൾ എത്താൻ സാധ്യതയുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് അതിനുള്ള എല്ലാ വിധത്തിലുള്ള പ്രലോഭനങ്ങൾ വളരെ ഇന്റൻസിഫൈ ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ പെർഫെക്ഷൻ അല്ല ദൈവം നോക്കുന്നത്, അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ഓടിപ്പോകാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, യോസഫ് പോത്തിഫറിന്റെ ഭവനത്തിൽ പോത്തിഫറിന്റെ ഭാര്യ തന്നെ പരീക്ഷിച്ചപ്പോൾ
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന് ഒരു ടെംപ്റ്റേഷനും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നു. അദ്ദേഹത്തിന് ടെംപ്റ്റേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉടുപ്പിട്ടിട്ട് ഓടിയത്. എന്നാൽ നമുക്കറിയാമല്ലോ, ഈ ടെംപ്റ്റേഷന് വീഴുന്നവൻ എന്നാന്നറിയാം, ആ ഉടുപ്പും പിടിച്ചോണ്ട് അവിടെ നിൽക്കും, അവൻ വീഴും അതിനകത്ത്. ടെംപ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, അത് അവനിട്ടിട്ട് ഓടും. ഓടുമ്പോ ആൾക്കാർ പറയും, ദേ അവനൊരു ഭീരുവല്ലേ, അവൻ അത്രയും പോലും പിടിച്ചു നിൽക്കാൻ, എനിക്ക് അത്രയും കഴിവില്ല, അത്രേ ഉള്ളൂ. ഐ എം നോട്ട് സോ സ്ട്രോങ്, ദാറ്റ് ഇസ് വൈ ഐ എം റണ്ണിങ് എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. നമുക്ക് അതെന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? കാരണം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ ശക്തനാകുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ശക്തിയൊന്നുമില്ല അതിന്. ഫിലദൽഫിയ സഭയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദാവീദിന് പറ്റിയ പരാജയം എന്താണ്? ദാവീദ് വളരെ ശക്തനായിരുന്നു. ദാവീദ് ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ കുളിക്കുന്നത് കണ്ടു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ചോദിക്കാൻ, ഒരു ഇന്റർവ്യൂ നടത്തി ചോദിക്കുക, ഞാൻ എന്താ ചെയ്യാനാണ് ബ്രദറെ, അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടായിരുന്നു, ഞാൻ പെട്ടുപോയി, ഞാനൊരു മനുഷ്യനല്ലേ എന്ന് അദ്ദേഹം പറയുമായിരിക്കും. യോസഫിനോട് പറഞ്ഞ യോസഫ് പറയുന്നത്, ഞാനൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓടിപ്പോയത്. എന്താ ദാവീദ് എന്താ ഓടിപ്പോകായിരുന്നത്? This happens. The spirit of Antichrist is very subtly working in us, saying that you are strong. It is not you are strong. It is the one who is working in you is strong. നീയല്ല ശക്തൻ, നിന്നിലുള്ളവനാ ശക്തൻ. അതാ പിള്ളേരുടെ പാട്ടിനത് പറയത്തില്ലേ, ചിൽഡ്രൻ വി ആർ വീക്ക് ബട്ട് ഹി ഈസ് സ്ട്രോങ്. ഞങ്ങള് കുഞ്ഞുങ്ങള് ബലഹീനരാ അല്ലെ? നമ്മളിടയിൽ അറിയാതെ പറയും, കർത്താവ് നിന്റെ ശക്തനായ ദാസനെ. എന്ത് ശക്തിയാ ദാസന്മാർക്കുള്ളത്? ഒരു ശക്തിയുമില്ല. മൈറ്റി സെർവന്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. There is no mighty servant of God. We have a mighty God who is using these servants. ഈ ഒരു വസ്തുത അവർ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കും, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അവർക്കത് കേൾക്കാനേ ഇഷ്ടമല്ല. നമുക്കറിയാമല്ലോ, നമുക്ക് ഈ അന്ത്യകാലത്ത് പൗലോസ് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അന്ത്യകാലത്തെ കുറിച്ച് വായിക്കുമ്പോൾ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്, കർണരസമാകുമാറ് പ്രസംഗിക്കുന്നവരെ പെരുപ്പിക്കുന്ന കാലം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ കേൾക്കാൻ ഇഷ്ടം ഉള്ളത് പറയുന്ന ആൾക്കാർ ഇനി കൂടിക്കൂടി വരും. നമുക്ക് ദൈവത്തിന്റെ വചനത്തോടുള്ള എനിക്ക് കാര്യമുള്ളത് ദൈവവചനത്തോടാണ്. അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നവുമായിട്ടിരിക്കുന്നു, അവനോടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഈ ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ദൈവാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. ദൈവാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. ദൈവാത്മാവ് ദൈവവചനത്തിന് അനുസൃതമായിട്ട് മാത്രം സംസാരിക്കുന്ന ആത്മാവാണ്. ദൈവവചനത്തിൽ നിന്ന് മാറി ദൈവാത്മാവ് സംസാരിക്കത്തില്ല. നമുക്കിതൊക്കെ ഡിസേൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ദൈവാത്മാവ് അങ്ങനെയും ഇങ്ങനെയും പറയത്തില്ല. നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് കഴിയും. ഈ പ്രത്യേകിച്ച് ഈ അന്ത്യകാലഘട്ടത്തിനകത്ത് നമുക്കറിയാം, നമ്മൾ വളരെ സിമ്പിൾ ആണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ യോഹന്നാൻ എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ എഴുതിയ ഈ ലേഖനത്തിനകത്തൊക്കെ വായിക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ യു ആർ ഇൻ ക്രൈസ്റ്റ് ഓർ യു ആർ ഔട്ട് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിൽക്കുന്നവർ, ക്രിസ്തുവിലല്ലാതെ. ക്രിസ്തുവിനെ അനുസരിക്കുന്നവർ അല്ലെങ്കിൽ അനുസരിക്കാതെ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കാതെ. നമുക്കിവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം വായിക്കാം. അതിന്റെ 4-ാം വാക്യം, യോഹന്നാൻ 5:4.
ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിന് ജനിച്ചവൻ ആരും പാപത്തിൽ തുടരുന്നില്ല. 3-ാം അധ്യായത്തിനകത്ത് എഴുതി. 4-ാം അധ്യായത്തിൽ നോക്കി, ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പൊ നമ്മൾ ലോകത്തെ ജയിച്ചാൽ അതിന് കാരണം നമ്മൾ ശക്തരായത് കൊണ്ടല്ല, ദൈവത്തിന്റെ വചന ശക്തമായതുകൊണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പൊ ജനനത്തിന്റെ ശക്തിയാണ് ജയത്തിന്റെ ശക്തി. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ജനനത്തെ കുറിച്ച് തന്നെ നല്ല ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇതിന് 3-ാമത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മുടെ കണ്ണ് തുറന്ന് നമ്മളൊന്ന് കണ്ടാൽ മതി ഹൂ വി ആർ. അല്ലെ, യോസഫ് അവിടുന്ന് ഓടിപ്പോകുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്നാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും. ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമാണ്. നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്കിപ്പം യോസഫിന്റെ സ്ഥാനത്ത് നമ്മൾ പെട്ടുപോകുന്നത് എങ്ങനെയാണെന്നറിയാം. നമ്മൾ പെട്ടുപോകുന്നത്, നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ നമ്മൾ എന്താ ചിന്തിക്കും, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ ഉയർത്തി. ഇതെല്ലാം ശരിയാ പറഞ്ഞതെല്ലാം. പക്ഷെ വി ഗോ ആഫ്റ്റർ ദ ബ്ലെസ്സിങ്സ്, forgetting who blessed us. അനുഗ്രഹിച്ചവനെ ദൈവം നമ്മൾ മറന്നു പോകുന്നു. ഇന്ന് പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽസ് ആയിട്ടുള്ളവരുടെ ഏറ്റവും വലിയ പരാജയം, നമ്മൾ അറിയാതെ പോകുന്ന എന്താ ബ്ലെസ്സിങ് എന്നറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അപ്പം തരുന്ന സ്വത്താണോ, അപ്പനും അമ്മയും തരുന്ന സ്വത്താണോ, അത് അപ്പനും അമ്മയാണ്? അപ്പനും അമ്മയാണ് അവരുടെ ബ്ലെസ്സിങ്. അവരുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവം. അവരുടെ ബ്ലെസ്സിങ്, ദൈവം തന്നതെല്ലാം ബ്ലെസ്സിങ് ആണെന്ന് ധരിക്കരുത്. അത് തൽക്കാലത്തേക്കുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ബ്ലെസ്സിങ് അല്ലെന്നൊന്നും പറയുന്നില്ല. There's a temporary blessing and that will be taken out of you. അതിനകത്ത് സന്തോഷിക്കാൻ പോകരുത്. ദൈവത്തിൽ സന്തോഷിപ്പീൻ. അത് സുഖത്തിലാകട്ടെ ദുഃഖത്തിലാകട്ടെ കർത്താവിൽ തന്നെ സന്തോഷിക്കുകയും നമുക്ക് ആനന്ദിക്കും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് ഇതിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കട്ടെ. നമുക്കറിയില്ല, ഈ രാത്രി പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഡിസേൺമെന്റോടുകൂടെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പൗലോസ്ലീഹയുടെ പ്രാർത്ഥനകൾ നമ്മൾ ഓരോന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എത്രമാത്രം ഡിസേൺമെന്റ് ആണ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ഓരോരോ വാക്കുകളും, എനിക്ക് തോന്നുന്നു ചില വാക്കുകൾ മാത്രം പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് മാസങ്ങളോ വർഷങ്ങളോ എടുക്കേണ്ടി വരും. കാരണം അത്രമാത്രം ഗഹനമായിട്ടാണ് പൗലോസ് ഓരോരോ വാക്കുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്തത്? അദ്ദേഹം പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെൽ ഡിസേർവ്ഡ്. ഇന്നത്തെ കാലഘട്ടത്തെ നമ്മൾ നന്നായിട്ട് അറിയണം. നമ്മുടെ ഹൃദയം എത്രമാത്രം ദുഷ്ടതയാണെന്ന് അറിയണം. നോക്കി, ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്നിട്ട് പറയും യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന അതിന്റെ ശക്തി എന്താണെന്നറിയാം. ലോകത്തെ ജയിക്കാൻ കഴിയും, പാപത്തെ ജയിക്കാൻ കഴിയും, ദുഷ്ടനെ ജയിക്കാൻ പറ്റും. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ദുഷ്ടനെ ജയിക്കുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പാപത്തെ ജയിക്കുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ലോകത്തെ ജയിക്കുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഈ എതിർക്രിസ്തുവിന്റെ ആത്മാവിനെ ജയിക്കുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എതിർക്രിസ്തു വരുന്നുണ്ട് അല്ലെ? നമ്മൾ സാധാരണ യേശു കർത്താവ് വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് യോഹന്നാൻ പറഞ്ഞത് എതിർക്രിസ്തു വരുന്നു. പക്ഷെ എതിർക്രിസ്തു വരുന്നതിന് നമ്മുടെ ഹോപ്പ് എതിർക്രിസ്തു വരുന്നതല്ല. വി ഹാവ് ടു വിജിലന്റ് ബിക്കോസ് ഓഫ് ഹിസ് കമ്മിങ്. വി ഹാവ് ടു ബി വെരി ഹോപ്പ്ഫുൾ ഫോർ ഹിസ് കമ്മിങ്. നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ അവസാനം യോഹന്നാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 20-ാം വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് നാം സത്യദൈവത്തിൽ, നാം അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. വി ആർ ഇൻ എന്താ ട്രൂ ഗോഡ്. നമ്മൾ ആ സത്യദൈവത്തിൽ, അതുപോലെ മാത്രമല്ല അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. എന്നിട്ട് പറയാണ് അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഈ ദൈവത്തെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അവൻ സത്യദൈവവും
നിത്യജീവൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം യേശുക്രിസ്തു ആരാണ്. ഈസ് എ ട്രൂ ഗോഡ്. അത് മാത്രമല്ല, ഈസ് എറ്റേണൽ ലൈഫ്. He came to give eternal life. He himself is eternal life. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഉറപ്പിക്കും. നിത്യതയുടെ പ്രകാശത്തിലല്ലാതെ ഈ ലോകത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ വഴി നടത്തുന്ന ആത്മാവ്, അത് ഈ ലോകത്തിന്റെ ആത്മാവാണ്, ഇത് ക്രിസ്തുവിന്റെ ആത്മാവ്. എന്നാൽ ദൈവപുത്രന്റെ ഉപദേശത്തിലും സത്യത്തിലും, അത് മാത്രമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ ആ നിത്യജീവന്റെ പ്രകാശത്തിൽ ഹൂ ജീസസ് ക്രൈസ്റ്റ് ഈസ്. അതാണ് 1 യോഹന്നാൻ 1 തുടങ്ങിയപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ, നമ്മളെങ്ങനെയാ വായിക്കുന്നത്? 1 യോഹന്നാൻ 1-ാം വാക്യം വായിച്ചിട്ട് നിർത്താം. ആദി മുതലുള്ളതും നിങ്ങൾ കേട്ടതും നിങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. സോ വാട്ട് വി ഫൗണ്ട് ഹു ഈസ് എറ്റേണൽ ലൈഫ്. നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്, എറ്റേണൽ ലൈഫ്. സനാതനനായ ദൈവത്തോടുകൂടെയുള്ള നിത്യമായ വാസമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. സനാതനനായിരിക്കുന്ന ദൈവത്തെ അടുത്തറിയുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് ലോകത്തെ പകയ്ക്കുന്നതും ലോകം പകയ്ക്കുന്നതുമായ ഒരു കാര്യമാണ്. അത് ലോകത്തിൽ നമ്മളെ വേർപെടുത്തി നിർത്തുന്നതാണ്. അതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.